അതുമായി ബന്ധപ്പെട്ട ടൗൺഷിപ്പുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. അതുമായി ബന്ധപ്പെട്ട് ടൂറിസം ഉണ്ടാവും. ആദ്യം നമ്മൾ ലോജിസ്റ്റിക്സ് ആണ്. ഡെൻസിറ്റി ഓഫ് വെഹിക്കിൾസ് റോഡിൽ നിന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അത് ഷിഫ്റ്റിംഗ്, അത് ബാർഗ് ലോജിസ്റ്റിക്സ് ഉണ്ടാവും, വെസൽ ലോജിസ്റ്റിക്സ് ഉണ്ടാവും. സെക്കൻഡ് ക്രൂസ് ഷിപ്പിംഗ് ആണ്. തേർഡ് 44 നദികളുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ടൂറിസം ഡെവലപ്മെന്റ്. ഇപ്പൊ റിവർ ക്രൂയിസ് വരും, സീ ക്രൂയിസ് വരും, എല്ലാം വരും. അപ്പോ ഇതെല്ലാം എന്ന് പറയുന്നത് ഒരുപാട് സാധ്യതകൾ കേരളത്തിന്റെ വാതിൽ തുറക്കുകയാണ്. അതിലെ ഏറ്റവും വലിയ ബെനിഫിഷ്യറീസ് ആയിട്ട് നിങ്ങൾ മാറണം എന്നാണ് എന്റെ അഭ്യർത്ഥന. അത് വളരെ ബുദ്ധിപൂർവ്വം അത് ഉപയോഗപ്പെടുത്തണം. നിങ്ങളത് ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ഞങ്ങൾക്ക് പൈസ കിട്ടുന്നത്, ഗവൺമെന്റ്. അതുകൊണ്ടാണ് ഞാൻ ഉപയോഗപ്പെടുത്തണമെന്ന് പറയുന്നത്. കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഉണ്ടാകണം. കൂടുതൽ ഹോട്ടലുകൾ കേരളത്തിൽ വരണം, ഇല്ലേ? ഇപ്പൊ ഹോട്ടൽ റൂം കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുകൾ. അവിടെ റൂം പോലും കിട്ടാനില്ല കൊച്ചിയിൽ. അപ്പൊ ഞങ്ങൾ ചില സോണാക്കി തിരിച്ചിട്ട് ചില ഏരിയയിൽ 5 സ്റ്റാർ ഹോട്ടൽസ്, ചില ഏരിയയിൽ 4 സ്റ്റാർ ഹോട്ടൽസ്, ചില ഏരിയയിൽ 3 സ്റ്റാർ ഹോട്ടൽസ്, ബാക്കിയുള്ള അറേഞ്ച്മെന്റ്സ് വരികയാണ്. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള മാരിടൈം മ്യൂസിയം വരികയാണ്. MG വാസുദേവൻ നായരുടെ പേരിലുള്ള വലിയ കൾച്ചറൽ പാർക്ക് വരെ ഇന്ന് കൺസ്ട്രക്ഷൻസ് ഉണ്ട്. ഇതിനകത്തെല്ലാം സസ്റ്റൈനബിൾ ആയിട്ടുള്ള, ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ് ഉണ്ട്. പ്ലാന്റേഷൻ ലാൻഡ് റീഫോംസ് ആക്ട് അമെൻഡ് ചെയ്തു. പ്ലാന്റേഷൻസിൽ കൂടുതൽ ടൂറിസം പ്രോജക്റ്റുകൾ വരികയാണ്. വാല്യൂ ആഡഡ് പ്രോജക്റ്റുകളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ സീനിയർ സിറ്റിസൺസിന്റെ വകുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. സീനിയർ സിറ്റിസൺസിന്റെ വകുപ്പിലും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് സ്കോപ്പ് ഉണ്ട്. ഞാൻ 5 കൊല്ലം മുമ്പ് പറയാൻ തുടങ്ങിയത് കേരളത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ ഡെമോഗ്രാഫിക് ചേഞ്ചാണ്. കേരളത്തിന്റെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്ന യങ്സ്റ്റേഴ്സിന്റെ നമ്പർ തിന്നായിക്കൊണ്ടിരിക്കും, മറ്റത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ലൈഫ് എക്സ്പെക്ടൻസി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ പോപ്പുലേഷനാണ്. അപ്പൊ അവർക്കുള്ള വെൽഫെയർ പ്രോജക്റ്റ് അല്ല സീനിയർ സിറ്റിസൺ പോകും. അവരെ കൂടി കൺസ്ട്രക്റ്റീവ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് അവരെ കൂടി സ്റ്റേറ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പ്രാപ്തരാക്കിക്കൊണ്ടിട്ടുള്ള പുതിയ പ്രോജക്റ്റുകളാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഓൾഡ് ഏജ് ഹോമുകളുടെ അല്ലെ ലിവിങ് ടുഗദർ ആയിട്ട് പുതിയ കൺസെപ്റ്റ് ആണ്. ഓൾഡ് ഏജ് ഹോം എന്നൊന്നും അതിന് പറയാൻ പാടില്ല. ഇപ്പോഴത്തെ പുതിയ വാക്കുകളൊക്കെയാണ് അതിനുള്ളത്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുമിച്ച് അവർക്ക് എല്ലാവർക്കും കൂടി ഫാമിലീസ് ആയിട്ട് ഒരുമിച്ച്, ഞാൻ കാക്കനാട് ഒരു കൺസ്ട്രക്ഷൻ കണ്ടു. അവർ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് പരിചയമുള്ള ഒരുപാട് ഫാമിലീസ് താമസിക്കുകയാണ്. അപ്പോൾ അവർ ഒരുമിച്ച് രാവിലെ നടക്കാൻ പോകുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് സിനിമ കാണുന്നു, ഒരുമിച്ച് പരദൂഷണം പറയുന്നു. അങ്ങനെ അവരൊരു ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ പല വീടുകളിലും ദമ്പതികൾ മാത്രം ബാക്കി, ഭാര്യയും ഭർത്താവും കൂടി ഫുൾ ടൈം വീട്ടിലിരിക്കണം എന്നൊന്ന് ആലോചിച്ച് നോക്കി. കുറെ നേരം സംസാരിക്കും, കുറെ നേരം മുഖത്തോട് മുഖം നോക്കിയിരിക്കും, കുറച്ച് കഴിയുമ്പോൾ വഴക്കിടും, പിന്നെ കുറെ നേരം മിണ്ടാതിരിക്കും. രണ്ടുപേരും മാത്രമാകുമ്പോൾ അത് ഒറ്റക്കായിട്ടുള്ള ഒരാളായി മാറിയാലോ? അപ്പൊ അങ്ങനെയൊക്കെ കേരളത്തിന്റെ ഒരു സോഷ്യൽ ലൈഫ് കൂടി മാറുകയാണ്. സോഷ്യൽ ലൈഫ് മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൺസ്ട്രക്ഷന്റെ നേച്ചറും മാറുകയാണ്. കൂടുതൽ അല്ലെ പോസിബിലിറ്റി. അപ്പൊ നിങ്ങൾ അതെല്ലാം ഗൗരവകരമായി ചർച്ച ചെയ്ത് ഗവൺമെന്റ് ആരംഭിക്കുന്ന കേരളത്തിന്റെ ഒരു ഡെവലപ്മെന്റ് പ്രോജക്റ്റ് നിങ്ങൾ കൂടി പങ്കാളികളാണ്. അതിൽ പല പ്രോജക്റ്റുകളിലും ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഗവൺമെന്റും ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന പാർട്ടിയും നിങ്ങൾ തമ്മിൽ ഒരു ട്രൈ പാർട്ടി എഗ്രിമെന്റ് വെച്ച് ഡെവലപ്പേഴ്സിന് ബിൽഡേഴ്സിന് കൂടി സ്കോപ്പ് ഉണ്ടാക്കുന്ന ഒരു ഡെവലപ്മെന്റ് പെർസ്പെക്റ്റീവ് കൂടി ഞങ്ങൾ ആലോചിക്കുന്നു. ഞങ്ങൾ ഒരുപാട് ഇക്കണോമിക് മോഡൽസ് ആലോചിക്കുന്നത് പലതരത്തിൽ. EPP മാത്രമല്ല. ഇപ്പൊ ഒരു പ്രോജക്റ്റ് വന്നു അവിടെ കൺസ്ട്രക്ഷൻ വേണം. അപ്പോൾ ഗവൺമെന്റ് ചിലപ്പോൾ ലാൻഡ് കൊടുക്കും. ഞങ്ങൾക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ EPP ആണ്. അപ്പൊ അവർക്ക് അവരുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു ബിൽഡിംഗ് വേണം. അപ്പൊ ഗവൺമെന്റും ബിൽഡറും ഈ ഇൻവെസ്റ്ററും തമ്മിലുള്ള ഒരു ട്രൈ പാർട്ടി എഗ്രിമെന്റ്. അപ്പോൾ ബിൽഡർക്ക് ഒരു ഗുണമുണ്ട്. ഗവൺമെന്റുമായിട്ട് ട്രൈ പാർട്ടി എഗ്രിമെന്റ് വെച്ചാൽ ബിൽഡർക്ക് ബാങ്കുകൾ പെട്ടെന്ന് പൈസ തരും. അത് ചെയ്തു കഴിഞ്ഞാൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് റെന്റായിട്ടോ ലീസായിട്ടോ എങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു പുതിയ എക്കണോമിക് മോഡലാണ്. അപ്പോൾ പൈസ ഇല്ലാതെ തന്നെ ഒരുപാട് സംരംഭങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള കേരളത്തിന്റെ ഒരു പുതിയ ഡെവലപ്മെന്റ് അപ്രോച്ച് നിങ്ങൾ കൂടി പങ്കാളികളായിരിക്കും എന്ന് ഞാൻ ഉറപ്പുവരുന്നു. നിങ്ങൾ ഇന്ന് നേരിടുന്ന വിഷയങ്ങൾ, കുറെ പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കും. അത് ആ സങ്കീർണമായ പ്രശ്നങ്ങളെ ലഘൂകരിക്കാനുള്ള നടപടി കൂടി ഉണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിനായി വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള എല്ലാ പ്രതിനിധികളെയും ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് കേരളയുടെ സ്റ്റേറ്റ് കോൺഫറൻസ് 2026 ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.